പവിത്ര സമൂഹത്തിൻ്റെ പശ്ചാത്തലം. കാടിനും കടലിനും നടുവിലുള്ള ഈ നാട്ടിൽ ഞങ്ങളാകെ 3 വീട്ടുകാരാണുള്ളത്. സുബ്രൻ്റെ വീട്, ഔസേപ്പിൻ്റെ വീട്, രാമൻ്റെ വീട്. ഞങ്ങൾക്ക് 3 വീട്ടുകാർക്കും കൂടിയുള്ളതാണ് ഞങ്ങളുടെ ഭൂമി. ഞങ്ങളുടെ അറിവിലോ പരിചയത്തിലോ 4മതൊരു വീടുണ്ടായിട്ടില്ല. നോക്കെത്തുന്നിടത്തും 4മതൊരു വീട്ടുകാരനെ കണ്ടുമുട്ടിയിട്ടുമില്ല. പുരുഷൻ ജനിക്കുന്ന കാലത്ത് സുബ്രൻ്റെ വീട് അറിയപ്പെട്ടിരുന്നത് ശേഷൻ്റെ വീട് എന്ന പേരിലായിരുന്നു. അന്നു തന്നെ 3 വീട്ടുകാരിൽ വെച്ച് മാന്യതയും ബുദ്ധിവൈഭവവും ആ വീട്ടുകാർക്ക് തന്നെയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. പിന്നെ ഒരു ദിവസം ശേഷൻ 3 വീട്ടുകാരും കൂടി ചേർന്ന് പടുത്തുയർത്തിയ ആ പവിത്ര സമൂഹത്തിന് പുറത്തായി. 4മതൊരു വീട് ഇല്ലാതെയിരുന്നതുകൊണ്ട്, 4മതൊരു വീട്ടുകാരൻ ഇല്ലാതിരുന്നതുകൊണ്ട് ശേഷൻ ഇവിടെ ആരുമല്ലാതായി. ഒരാളും അയാളെ ഒന്നിനും കൂട്ടിയില്ല. അയാളുടെ വീട്ടുകാർ, അയാൾ വളർത്തിയെടുത്ത അയാളുടെ മക്കളും ചെറുമക്കളും അയാളെ കണ്ടാൽ കാണാത്ത ഭാവം നടിച്ച് നടന്നു തുടങ്ങി. അവർ അയാളെ മറന്നു, അയാളുടെ മുഖം മറന്നു. അനാഥനായ, ബന്ധങ്ങളില്ലാത്ത ആ മനുഷ്യൻ എല്ലായ്പ്പോഴും കടപ്പുറത്ത് അലഞ്ഞു നടന്നു. ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. തെറ്റ് ശേഷൻ്റെ ഭാഗത്ത് തന്നെയാണ്. ആ തെറ്റിൻ്റെ തീക്ഷ്ണതയിൽ കുറേയേറെ നാൾ അയാൾ മൗനിയായി നടന്നു. ഉള്ളിൽ ഒരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആ നാളത്രയും. വർഷങ്ങളോളം ആ മൗനം നീണ്ടുനിന്നു. കുറ്റബോധത്തിൽ കുറുകുകയാണ് എന്നവർ കണ്ടറിഞ്ഞു. ആരും അങ്ങോട്ടൊന്ന് ചോദിക്കാൻ പോലും പോയില്ല. പിന്നെ ഒരു നാൾ ആരും അങ്ങോട്ടൊന്നും ചോദിക്കാതെ തന്നെ ശേഷൻ ചറുപറുന്നനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ഭാഷ മറ്റു മനുഷ്യരുടെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ദീർഘനാളത്തെ മൗനത്തിനിടയിൽ അയാൾ തൻ്റെ മൂകതയ്ക്കുള്ളിലിരുന്ന് സ്വന്തമായൊരു ഭാഷ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞു. അയാളുടെ ഭാഷ എന്താണെന്നറിയാനും അയാൾ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാനും മറ്റുള്ളവർ കൊതിച്ചു. അവർ അയാളുടെ പുലമ്പലുകൾക്ക് സ്വകാര്യമായി ചെവി കൊടുത്തു. അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു. 3 വീട്ടുകാരുൾപ്പെടുന്ന സമൂഹത്തിൻ്റെ വിലക്കിനെ മറികടക്കാൻ അവർക്കാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ആരുമൊന്നും ചോദിക്കാതെ, ആരോടുമൊന്നും പറയാതെ, തൻ്റെ ദിവ്യമായ ഭാഷയിൽ തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് ശേഷൻ കടപ്പുറത്തും കാടിൻ്റെ ഇടവഴികളിലും സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിച്ചു. അയാളെ കാണുമ്പോൾ കന്യകകളായ പെൺകിടാവുകൾ ഭയന്നോടി വിളിച്ചു. പ്രായം ചെന്ന സ്ത്രീകൾ മുഖം മറിച്ച് നിലത്തേക്ക് തുപ്പി. ശേഷൻ ചെയ്ത തെറ്റ് അത്രയ്ക്ക് കനത്തതായിരുന്നു. അയാളുടെ പാപത്തിന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പ്രായശ്ചിത്തമുണ്ടായിരുന്നില്ല. തൻ്റെ സ്വന്തമായ ഭാഷ വിട്ട് മറ്റുള്ളവരുടെ ഭാഷയിൽ അയാൾ ഒരൊറ്റ വാചകം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അത് കേൾക്കെ മറ്റുള്ളവർ ഞെട്ടിവിറച്ചു. അവഗണിക്കപ്പെട്ടവൻ്റെ, ഒറ്റപ്പെട്ടവൻ്റെ പ്രതികാരവും ദുഃഖവും മുഴുവൻ ആ വാചകത്തിൽ മറ്റുള്ളവർ കേട്ടു. അടുത്ത വണ്ടി വരട്ടെ. ദിവസങ്ങളും ആഴ്ചകളും കൂടുമ്പോൾ ശേഷൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങനെ പ്രഖ്യാപിച്ചു: ഞാൻ അന്ന് നിങ്ങളുടെ രാജാവാകും, എല്ലാവരുടെയും. അത് കേൾക്കെ മറ്റുള്ളവർ ചെവി പൊത്തി അകലേക്ക് നീങ്ങുന്നു. അവരുടെ ഉള്ളിൽ സംഹാര രുദ്രനെ പോലെ നിൽക്കുന്ന പ്രതികാരമൂർത്തിയായ ഒരു ശേഷന്റെ രൂപം തെളിഞ്ഞു വരുന്നു. ആ ഭീകരൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് തങ്ങളുടെ ശരീരങ്ങൾ ഞെരിഞ്ഞമരുന്നതും ചവിട്ടേറ്റ് പൊളയുന്നതും അവർ കാണുന്നു. ശേഷനെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ അത്. ചൂണ്ടലുകളെല്ലാം കടലിലേക്ക് ഇറക്കി. കടലിലേക്ക് തുറച്ചു നിൽക്കുന്ന ഒരു പാറയിലിരുന്ന് പുരുഷൻ വിചാരിച്ചു, ഒരിക്കൽ അയാളത് തെളിയിച്ചതാണ്. അത് ആദ്യമായിരുന്നു, തൻ്റെ ജനനത്തിനു മുമ്പ്. പറഞ്ഞു കേട്ട അറിവേയുള്ളൂ. അന്ന് കാടിനും കടലിനും ഇടയിലുള്ള ഈ ഭൂമി നിറഞ്ഞു നിന്നിരുന്നത് ശേഷൻ്റെ വ്യക്തിത്വമായിരുന്നു. മറ്റാർക്കും അയാളോടൊപ്പം എത്താൻ കഴിഞ്ഞിരുന്നില്ല. പുരുഷൻ്റെ അച്ഛൻ ഔസേപ്പും രാമനുമെല്ലാം അയാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളുകൊണ്ട് വിറച്ചിരുന്നു. അച്ഛൻ തന്നെ ആ കാര്യം പുരുഷനോട് തുറന്ന് സമ്മതിച്ചിട്ടുമുള്ളതാണ്. വറുതിയുടെ ദിവസങ്ങളായിരുന്നു അവ. 3 വീടുകളിലും പട്ടിണിയുടെ മണം തങ്ങി നിന്നു. അവർക്ക് ആരോടും പരാതിപ്പെടാനുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ഒരിടത്തു നിന്ന് കുത്തിവാരാനുണ്ടായിരുന്നില്ല. ഇല്ലായ്മയുടെ സന്തുലിതാവസ്ഥയിൽ അവർക്ക് പരസ്പരം പഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ ആശ മുഴുവൻ ഒരൊറ്റ വാചകത്തിൽ തൂങ്ങി നിന്നിരുന്നു. അവരുടെ വിശപ്പ് മുഴുവൻ ആ വാക്കുകളിൽ ലയിച്ചു പോയിരുന്നു. അവരുടെ ദുഃഖം മുഴുവൻ അത് കേൾക്കുവാനായി ആശിച്ചിരുന്നു. വണ്ടി വരുന്നുണ്ട്. ശേഷനാണ് അവരോടത് പറഞ്ഞത്. വണ്ടി വരുന്നുണ്ട്. എവിടെ നിന്നാണ് അത് വരുന്നത് എന്ന് പറയാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നില്ല. 3 വീട്ടുകാരുൾപ്പെടുന്ന ആ സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പാകത്തിന് ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിലില്ലാത്തതായി യാതൊന്നുമില്ല. വണ്ടി തിരിച്ചു കഴിഞ്ഞു. കരുനോവിൻ്റെയും പൊരിവിശപ്പിൻ്റെയും ആധിക്യത്തിൽ ഔസേപ്പും രാമനും ചിലപ്പോൾ അയാളോട് ചോദിച്ചു. അതെനിക്ക് പറയാൻ പറ്റില്ല.
തോൽവി അറിയാത്ത ഒരു മന്ദഹാസത്തോടെ, പട്ടിണി കരിച്ചു കളഞ്ഞ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കത്തോടെ ശേഷൻ പറഞ്ഞു, വരും. അത്രയേ എനിക്കറിയാം. അയാളിത് പറയുമ്പോൾ മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലുകളില്ലാതെ അതങ്ങനെ തന്നെ വിശ്വസിച്ചു. അവരുടെ ഉള്ളിൽ പ്രത്യാശയുടെ മിന്നലുകൾ ഉണർന്നു. കാടും കടലും മാത്രമായിരുന്നു അവർക്ക് ആകെയുണ്ടായിരുന്നത്. കാട്ടിലെ ഇടവഴികളിൽ നിന്നും കുട്ടികൾ മലയണ്ണാനെയും മുയലുകളെയും കെണിവെച്ച് പിടിച്ചു. അവരുടെ കവിണിയുടെ തുമ്പത്ത് കാട്ടുകിളികളുടെ ജീവൻ കിടന്ന് പിടഞ്ഞു. പക്ഷേ അതൊന്നും ആരുടെയും വിശപ്പടക്കാൻ തികഞ്ഞിരുന്നില്ല. കുട്ടികൾ മുതിർന്നവരുടെ കണ്ണ് വെട്ടിച്ച് ശലഭങ്ങളെ വലവെച്ച് പിടിക്കുകയും അവയുടെ ചിറകുകൾ നുള്ളിക്കളഞ്ഞ് ഇളം ചൂടിൽ വേവിച്ച് തിന്നുകയും ചെയ്തു. മുതിർന്നവർ കണ്ടാൽ എല്ലാവർക്കും കൂടി പങ്കുവെക്കാൻ തുടങ്ങിയാൽ തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടില്ല എന്ന് അവർക്കറിയാമായിരുന്നു. മുതിർന്നവർ കുറേ നാളൊക്കെ കുട്ടികൾക്ക് തീറ്റ കൊടുക്കേണ്ടതിനെക്കുറിച്ചും അവരുടെ അമ്മാതിരി കടമകളെക്കുറിച്ചുമെല്ലാം ഗൗരവപൂർവ്വം വിചാരിച്ചിരുന്നു. പിന്നെ സ്വന്തം വിശപ്പിൻ്റെ കാഠിന്യം അവരെ ആ വിധത്തിലുള്ള ചിന്തകളിൽ നിന്നും മുക്തരാക്കി. കടലിന് നടുവിൽ വെച്ച് തന്നെ കട്ടമരത്തിന്മേലിരുന്ന് അപ്പപ്പോൾ കിട്ടുന്ന മത്സ്യങ്ങളെ വേവിച്ച് തിന്നുക അവർക്കൊരു ശീലമായിരുന്നു. സ്ത്രീകളുടെ കാര്യമായിരുന്നു കഷ്ടം. കാട്ടിൽ പോകുന്ന കുട്ടികളും കടലിൽ പോകുന്ന പുരുഷന്മാരും മിക്ക ദിവസങ്ങളിലും വെറും കൈയുമായി മടങ്ങി വന്നു. എവിടെ എവിടെ എന്ന ചോദ്യത്തിന് രണ്ടു കൂട്ടരും കൈമലർത്തി. വിശപ്പൊതുക്കി വിധിയെ ശപിച്ച് ഉറക്കത്തിൻ്റെ തണുത്ത കയങ്ങളിൽ പോയി അടിയാനുള്ള പ്രാർത്ഥനയുമായി ചുരുണ്ടുകിടന്ന പെണ്ണുങ്ങളെ മറ്റു രണ്ടു കൂട്ടരും വെറുതെ വിട്ടില്ല. കുട്ടികൾ അവരുടെ മുലയീമ്പി കുടിച്ചു. അവരുടെ രക്തം മുലപ്പാലിലൂടെ വാർന്നൊഴുകി. രക്തമില്ലാത്ത ആ ശരീരങ്ങൾക്ക് മേൽ കിടന്ന പുരുഷന്മാർ രതിക്രീഡകൾ നടത്തി. ജീവന്റെ ശേഷിക്കുന്ന തുള്ളികളും അവർക്ക് അങ്ങനെ നഷ്ടമായി. ജീവിതത്തിൻ്റെ മുഖത്തിന് ദിവസം ചെല്ലുന്തോറും കറുപ്പേറിക്കൊണ്ടിരുന്നു. അവരുടെ ആഗ്രഹങ്ങളും പ്രത്യാശകളുമെല്ലാം ഒരൊറ്റ വാചകത്തിൽ ഒടുങ്ങിക്കിടന്നു. വണ്ടി വരുന്നുണ്ട്. കുട്ടികൾ അമ്മമാരോട് ചോദിച്ചു, എപ്പോഴാണമ്മേ വണ്ടി വരുന്നത്? അമ്മമാർ അറിയില്ലെന്ന് തലയാട്ടി. അവർ പുരുഷന്മാരോട് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് വണ്ടി വരുന്നത്? പുരുഷന്മാർ അറിയില്ലെന്ന് കൈമലർത്തി. അവർ അവരുടെ അധിപതിയോട് താഴ്മയായി തിരക്കി, എപ്പോഴാണാവോ വണ്ടി വരുന്നത്? എപ്പോൾ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. വിശപ്പ് കരുവാളിപ്പിച്ച ചുണ്ടുകളിൽ പ്രതീക്ഷയുടെ പ്രകാശവുമായി ശേഷൻ അവരെ അറിയിച്ചു, വണ്ടി വരുന്നുണ്ട്. അതൊരു സത്യമാണ്. വണ്ടി വരുന്നതും പുരുഷൻ്റെ ജനനത്തിന് മുമ്പായിരുന്നു. കേട്ടറിവ് മാത്രമുള്ള ഒരു പ്രഭാതം പെട്ടെന്ന് കാറും കോളും കൊണ്ട് മൂടി. കാടുകളേക്കാൾ വലുപ്പമുള്ള മേഘങ്ങൾ കാടുകൾക്ക് മേലെ തല ഉയർത്തി നിന്നു. കടലിനക്കരെ നിന്നും ഇടിമുഴക്കങ്ങൾ, മലകൾക്ക് പിറകിൽ നിന്നും തുടർച്ചയായി തെറിച്ചു വീണ പുലരിയിലെ മിന്നൽ പിണറുകൾ. വനങ്ങൾക്കക്കരെ നിന്ന് മലകൾക്കപ്പുറത്തു നിന്ന് പ്രഭാതത്തോടൊപ്പം ഒരു മണിമുഴക്കം കേൾക്കാനായി. ആദ്യം ഒരു മൂളൽ പോലെ കേട്ടിരുന്ന ആ ശബ്ദത്തിന് ക്രമേണ ഒരു താളം വന്നു. താളത്തിൽ അടുത്തടുത്തേക്ക് ഓടിയെടുക്കുന്ന ഒരു മണിശബ്ദം. ആ ശബ്ദം കേട്ടവരിലൊക്കെ ഭയം വിതച്ചു. മരണത്തിൻ്റെ ശബ്ദം തൻ്റെ കാതുകളെ ലക്ഷ്യമാക്കി ഓടിയെടുക്കുകയാണെന്ന് ഓരോരുത്തർക്കും തോന്നി തുടങ്ങി. അവരെ ആശ്വസിപ്പിച്ചത് ശേഷനായിരുന്നു. ആരും ഭയപ്പെടരുത്, ഒടുവിൽ അയാൾ പറഞ്ഞു. ഒടുവിലിതാ വണ്ടി വരികയാണ്. എല്ലാവരും കാത്തു നിന്നുകൊള്ളുക. കാട്ടിൽ നിന്നും നീണ്ടുവരുന്ന ഒറ്റയടി പാതയുടെ മുഖത്ത് അവരെല്ലാവരും ആകാംക്ഷയും അമ്പരപ്പും നിറഞ്ഞ ഹൃദയത്തോടു കൂടി നോക്കി നിന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആർക്കും ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. സമയം കടന്നുപോയിട്ടും ആ ദിവസത്തിന് തെളിച്ചം വീണില്ല. അന്തരീക്ഷം കൂടുതൽ ഇരുണ്ടു. ഇടിമുഴക്കങ്ങൾ കൂടുതൽ ഭയാനകങ്ങളായി. പാതിരാത്രിയിലെ മിന്നലുകളുടെ വെളിച്ചം ഉൾക്കൊണ്ട് പകൽ മിന്നലുകൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ വീശി നടന്നു. മണിമുഴക്കം അടുക്കും തോറും കാത്തു നിൽക്കുന്നവരുടെ ഉള്ളിൽ ആകാംക്ഷയും ഭയവും വളർന്നുകൊണ്ടിരുന്നു. ശബ്ദത്തിൻ്റെ ആഗമനത്തോടൊപ്പം അന്തരീക്ഷത്തിൻ്റെ നിറം കൂടുതൽ കറുക്കുകയായിരുന്നു. ഒടുവിൽ പ്രഭാതത്തിന് രാത്രിയുടെ നിറം കൈവന്നപ്പോൾ, ഇടിമുഴക്കങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി നിർത്തലില്ലാതെ അലച്ചുകൊണ്ടിരുന്നപ്പോൾ, മിന്നൽ പിണറുകൾ തുടർച്ചയായി കത്തിവീഴുന്ന നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെ ആകാശത്തിലൂടെ അങ്ങുമിങ്ങും കരഞ്ഞു പാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വണ്ടി വന്നു. കാട്ടിലെ ഒറ്റയടി പാതയ്ക്ക് നടുവിലൂടെ രണ്ട് കറുത്ത കുതിരകൾ വലിച്ചു കൊണ്ടുവരുന്ന ആ കറുത്ത വണ്ടി.